വീണ വിജയന്റെ ഫോൺ പിടിച്ചെടുത്ത ഇ.ഡി. ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കും. CMRL എക്സാലോജിക് ഇടപാടിലെ റെയ്ഡിന് പിന്നാലെ അടുത്ത നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇ.ഡി. ഉടൻ നോട്ടീസ് അയക്കും. പരിശോധനയിൽ വീണയുടെ ഫോൺ പിടിച്ചെടുത്തതായി ഇ.ഡി. വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. വീണയുടെ സാന്നിധ്യത്തിൽ ഇത് പരിശോധിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സ്വത്തുവിവരങ്ങൾ അടക്കമുള്ളവയിലും പരിശോധനയുണ്ടാകും. അതിനിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരും വാഹനവും ആക്രമിക്കപ്പെട്ടത് വീണയ്ക്കെതിരെ ആയുധമാക്കാനാണ് ഇ.ഡി. തീരുമാനം. സമൻസിനെതിരെ വീണ കോടതിയിൽ പോയാൽ അക്രമ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കടുത്ത നിലപാട് എടുക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ വീണയുടെ ഫോണും ഉണ്ടെന്നാണ് ഇ.ഡി. വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുൻപ് തുറന്ന് പരിശോധിക്കും. അത് വീണയുടെ സാന്നിധ്യത്തിൽ വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഇ.ഡി. വൃത്തങ്ങൾ പറഞ്ഞു. പിടിച്ചെടുത്ത രേഖകളുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണയ്ക്ക് നോട്ടീസ് അയക്കുക. ഇത് അധികം വൈകില്ലെന്നും ഇ.ഡി. വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കണ്ടെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം ആദ്യഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനായിരുന്നു ഇ.ഡിയുടെ ആലോചന. ഇതിനുശേഷം വീണയെ വിളിച്ചു വരുത്തിയാൽ മതിയെന്നും തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ ഉടൻ വീണയ്ക്ക് സമൻസ് അയക്കും. ഹാജരായില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനും തീരുമാനമുണ്ട്. സമൻസിനെതിരെ വീണ കോടതിയെ സമീപിച്ചാൽ അക്രമ സംഭവങ്ങൾ ഇ.ഡി. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കടുത്ത പ്രതിഷേധവും സമ്മർദ്ദവും ഉണ്ടായ സാഹചര്യത്തിൽ വീണയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചില്ലെന്നാണ് ഇ.ഡി. കോടതി അറിയിക്കുക. ഈ സാഹചര്യത്തിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും ഇ.ഡി. വാദിക്കും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുണ്ടായ ആക്രമണം നിയമപരമായും വീണയ്ക്ക് തിരിച്ചടിയായിരിക്കും. കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് പരിശോധനയിൽ CPMനും പിണറായി വിജയനുമെതിരെ മന്ത്രി A.P. അനിൽകുമാർ, നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ 10 വർഷം പിണറായി ഒറ്റ വാക്കുപോലും മിണ്ടിയില്ല. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാത്തത് എന്താണെന്നാണ് മനസ്സിലാകാത്തത്. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെ ഭയക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ ഇത്ര വലിയ അന്വേഷണം നടന്നിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാകാത്തത്. റെയ്ഡിന് ശേഷം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട പിണറായി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി താൻ കണ്ടില്ല. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെയോ ഭയക്കുന്നു. ആ ഭയം ഇപ്പോഴും ഉണ്ടെന്നും മന്ത്രി A.P. അനിൽകുമാർ പറഞ്ഞു. ദേശീയ തലത്തിൽ ഇ.ഡിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെന്നും മന്ത്രി പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ തർക്കം തീർന്നു എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുവെന്നും A.P. അനിൽകുമാർ പറഞ്ഞു. അതേസമയം പിണറായി വിജയന്റെ വസതികളിലടക്കം നടന്ന ഇ.ഡി. റെയ്ഡിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി V.D. സതീശൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. 300ഓളം പോലീസുകാരെ വിന്യസിച്ചുവെന്നും റവാഡ അറിയിച്ചു. 8 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരെ കൂടി ഉടൻ അറസ്റ്റ് ചെയ്യും. അക്രമികളെ പോലീസ് പിടിച്ചു മാറ്റാൻ തയ്യാറാകാത്ത സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞു. പിണറായി മകൾക്ക് വേണ്ടി പാർട്ടി അണികളെ ചാവേറാക്കി റോഡിലിറക്കി. സേവനത്തിന്റെ തെളിവ് ഹാജരാക്കാത്തതെന്തേ? CPMന്റെ ക്യാപ്സൂൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ? ചോദ്യങ്ങളും വിമർശനങ്ങളും നിരവധിയാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ. CMRLൽ നിന്നും സേവനത്തിനാണ് വീണ വിജയൻ പണം കൈപ്പറ്റിയതെന്ന് CPMന്റെ ക്യാപ്സൂൾ ഫലിക്കുന്നില്ല. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ചായക്കട ഉടമ പഞ്ചായത്ത് അംഗത്തിന് നൽകുന്ന കൈക്കൂലി അടക്കം ഉദാഹരണമാക്കിയാണ് CPM ക്യാപ്സൂളിനെ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത്. മകൾക്ക് വേണ്ടി പിണറായി പാർട്ടി അണികളെ ചാവേറാക്കി റോഡിൽ ഇറക്കുകയായിരുന്നു എന്നാണ് സൈബറിടത്തിൽ അഭിപ്രായം ഉയരുന്നത്. അതേസമയം വീണയുടെ ഫോണടക്കം പിടിച്ചെടുത്തിട്ടും ഇ.ഡിക്കൊന്നും കിട്ടിയില്ലെന്നാണ് CPM സൈബർ സഖാക്കളുടെ പരിഹാസമായ വാദം. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും വീണയുടെ കമ്പനി എക്സാലോജിക്കിന് 3 ലക്ഷവുമാണ് CMRL നൽകിയിരുന്നത്. അങ്ങനെ മാസം 8 ലക്ഷം പ്രകാരം വർഷത്തിൽ 96 ലക്ഷമാണ് വീണ കൈപ്പറ്റിയത്. ആകെ 2.25 കോടിയോളമാണ് പിണറായിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും വാങ്ങിയത്. 2019 CMRLൽ ആദായ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് 1.25 കോടിയോളം വീണയ്ക്ക് നൽകിയെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഈ റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്നും വീണയുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരുന്നു. CMRL മാത്രമാണ് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗം. എക്സാലോജിക്കുമായുള്ള ഇടപാട് അവസാനിച്ച ശേഷം CMRL IT സ്ഥാപനമായ ATMA ടെക്നോളജീസുമായി കരാറുണ്ടാക്കി. യഥാർത്ഥത്തിൽ IT സേവനം നൽകിയ ഈ സ്ഥാപനത്തിന് വെറും 27 ലക്ഷത്തോളം മാത്രമാണ് CMRL നൽകിയത്. ഇവിടെയാണ് അഴിമതി കറുത്ത അധ്യായം തെളിഞ്ഞു തുടങ്ങുന്നത്. എക്സാലോജിക്കിന്റെ IT ഡെവലപ്പർമാർക്ക് പോലും CMRL എന്ത് സേവനമാണ് നൽകിയതെന്ന് അറിയില്ല. മുൻപ് SFIയുടെ മുന്നിൽ
വീണയ്ക്ക് സേവനം നൽകിയത് സംബന്ധിച്ച് യാതൊരു രേഖയും ഹാജരാക്കാനും സാധിച്ചിട്ടില്ല. CMRL MD ശശിധരൻ കർത്തയുമായി നേരിട്ടായിരുന്നു കരാർ എന്ന് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും വീണയ്ക്ക് ഹാജരാക്കാനായിട്ടില്ല. പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇരു കമ്പനികളും തമ്മിൽ ആകെയുണ്ടായ ആശയവിനിമയം. ഇതിനു പുറമെ 2015-2016 ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം വീണയ്ക്ക് 50 ലക്ഷം വായ്പ നൽകിയിട്ടുണ്ട്. ഇതിലാകെ 4 ലക്ഷം മാത്രമാണ് വീണ തിരിച്ചടച്ചത്. ഇതെല്ലാം പരിശോധിച്ചാണ് SFIO കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് ചുമത്തിയത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണ പണം വാങ്ങിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് CMRL പ്രതിമാസം നൽകിയത് 8 ലക്ഷം രൂപ. 5 ലക്ഷം വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുമാണ് നൽകിയിരുന്നത്. ഒരു വർഷം 96 ലക്ഷമാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയത്. ആകെ 2.25 കോടിയോളമാണ് വീണയുടെ കയ്യിലെത്തിയത്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി വകുപ്പും മലിനീകരണ നിയന്ത്രണ വകുപ്പും പിണറായി വിജയന്റെ കീഴിലാണ്. അഴിമതിയുടെ കറുത്ത അധ്യായം ഇവിടെയാണ് ആരംഭിക്കുന്നത്. CMRL മാത്രമാണ് എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന മാർഗവും പ്രധാന ക്ലയന്റും. എക്സാലോജിക്ക് സ്ഥാപിച്ചതുപോലും ഇത്തരം ഇടപാടിനായാണോ എന്ന സംശയവും ശക്തമാണ്. പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇരു കമ്പനികളും തമ്മിൽ ആകെയുണ്ടായ ആശയവിനിമയം. ഇതിനു പുറമെ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റൽ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനം വീണയ്ക്ക് 50 ലക്ഷം വായ്പ നൽകിയിട്ടുണ്ട്. ഇതിലാകെ 4 ലക്ഷം മാത്രമാണ് വീണ തിരിച്ചടച്ചത്. ഇതെല്ലാം പരിശോധിച്ചാണ് SFIO കമ്പനീസ് ആക്ടിലെ 447 വകുപ്പ് ചുമത്തിയത്. ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണ പണം വാങ്ങിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്.